ഹായ് നമസ്കാരം. അപ്പൊ ഞങ്ങള് കൊണ്ടൽ കണ്ടിറങ്ങിയതാണ്. കൊണ്ടൽ എങ്ങനെയുണ്ട് എന്ന് വെച്ചാൽ എങ്ങനെയുണ്ട് കൊണ്ടൽ? എനിക്ക് എൻ്റെ പിക്ചറൈസേഷനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മലയാള സിനിമയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ബീച്ച് ബേസ്ഡ് അല്ല, ബീച്ചല്ല ആക്ച്വലി നടുക്കടലിൽ പോയി നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു 10-20 ദിവസം ഇവർ ആഹാരവും എല്ലാം തന്നെയും കൊണ്ടുപോയിട്ടാണ് പോകുന്നത്. സോ ആ ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ് മലയാള ഇൻഡസ്ട്രിയിൽ എടുക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ ആന്റണി വർഗീസിന്റെ ഈ റോള് ശരിക്കും കറക്റ്റ് കാസ്റ്റിംഗ് ആണ്. പക്ഷെ എനിക്ക് ഇതിനകത്ത് പറയുമ്പോൾ ഡിഫക്റ്റ് കൂടെ പറയണം. ഇതിനകത്ത് വില്ലന്മാരായിട്ട് വന്ന 1-2 പേര് കൊള്ളാം. പക്ഷെ ചില ആളുകൾ മിസ്കാസ്റ്റിംഗ് ആയി. കാരണം ആ ഒരു വില്ലൻ വേഷത്തിൽ ഒരു ഓവർ റിയാക്ഷൻ പോലെ എനിക്ക് ഫീൽ ചെയ്തു. എസ്പെഷ്യലി നമ്മുടെ കരിക്കിനകത്ത് വന്ന പുള്ളിയുടെ ഒരു ആക്ഷൻ. സിനിമയിലേക്ക് വരികയാണെങ്കിൽ ആദ്യം എടുത്തു പറയേണ്ട പോസിറ്റീവ് ഒന്ന് ഇതിന്റെ സിനിമോട്ടോഗ്രാഫി, ക്യാമറ വർക്ക് പൊളിയായിട്ടുണ്ട്. അതുപോലെ തന്നെ ബീജിയം സെറ്റപ്പ് ആയിട്ടുണ്ട്. സ്റ്റണ്ട് പടമായത് കാരണം ബീജിയത്തിന് ടർബോയ്ക്ക് ശേഷം നമ്മുടെ രാജ്ബി ഷെട്ടി അതാണ് ഏറ്റവും മെയിൻ. കാരണം ടർബോയ്ക്കകത്ത് രാജ്ബി ഷെട്ടി കിട്ടിയിരിക്കുന്ന ഒരു ഇമ്പോർട്ടൻസ് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഷൂ എന്ന് പറഞ്ഞ് തീർത്ത് കളഞ്ഞ രീതിയാണ്. കാരണം മമ്മൂട്ടിയുടെ മുമ്പിൽ നിൽക്കാൻ പറ്റത്തില്ല ആ ഒരു. പക്ഷെ ഇതിനകത്ത് അങ്ങനെയല്ല. ഇതിനകത്ത് വില്ലന്മാർ ഭയങ്കര സ്ട്രോങ് ആണ്. കാരണം പെപ്പയെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റുന്നില്ല എന്ന സാഹചര്യം വരുന്നുണ്ട്. അത് തന്നെയാണ് വേണ്ടത്. കാരണം മിക്ക സിനിമകളിലും ചിലപ്പം വില്ലനും നായകനും ഒക്കെ ഇച്ചിരി നായകനെക്കാളും താന്നിരിക്കും വില്ലൻ. പക്ഷെ ഇത് അങ്ങനല്ല. ഇത് 3-4 വില്ലന്മാർ ഒറ്റടിക്ക് അടിക്കുന്ന നായകൻ എന്ന് പറയുമ്പോൾ രാജ്ബി ഷെട്ടിയുടെ ക്യാരക്ടറിലേക്ക് നമ്മൾ വരുന്നില്ല. അത് സിനിമ കണ്ടിട്ട് നിങ്ങൾ തന്നെ ക്യാരക്ടറിലേക്ക് നമ്മൾ വരുന്നില്ല. ഒരു പ്രധാനപ്പെട്ട ഒരു റോളാണ്. അത് എനിക്ക് തോന്നുന്നത് ഇന്റർവെൽ പഞ്ച് ആകുമ്പോഴാണ് രാജ്ബി ഷെട്ടിയെ കാണിക്കുന്നത് തന്നെ. അത് കൊള്ളാം. സ്രാവിന്റെ ഒരു സംഭവം കാണിക്കുന്നുണ്ട്. ആ ഒരു CG അത്രയ്ക്ക് അങ്ങോട്ട് എറിച്ചിട്ടില്ലെങ്കിലും പക്ഷെ മലയാളത്തില് എനിക്ക് തോന്നുന്നില്ല അത്രയ്ക്ക് ഗംഭീരമാക്കി എടുക്കാൻ പറ്റുമോ. അല്ല, അതുപോലെ ഇൻവെസ്റ്റ് ചെയ്യണം. മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ അമരൻ സിനിമ മുമ്പ് ആ സിനിമയ്ക്കകത്ത് ആ ഒരു കൊമ്പൻ സ്രാവിനെ കാണിച്ചിട്ടുള്ളത് എത്ര ഒരു നാച്ചുറാലിറ്റി ആയിട്ടാണ് നമുക്ക് തോന്നിയത്. പക്ഷെ ഇന്ന് ഇത്രയും സംവിധാനങ്ങൾ ഉണ്ടായിട്ട് പോലും അതിന്റെ ഒപ്പം വരുന്നില്ല എന്നുള്ള ഒരു അഭിപ്രായം എനിക്കുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ആ കാലത്ത് ഇത്രയും വലിയ CGയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഗ്രാഫിക്സിന്റെ ഒരു എഫക്റ്റ് ഒന്നും ഇല്ലാഞ്ഞിട്ട് പോലും അത് ചെയ്തു. അപ്പൊ വേണമെങ്കിൽ അതിനകത്ത് ചുമ്മാ ഇൻവെസ്റ്റ് ചെയ്യാമായിരുന്നു എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് സിനിമ. പിന്നെ അജിത് മാമ്പള്ളിയാണ് ഡയറക്ഷൻ. അത് കൊള്ളാം. സോഫിയ പോൾ ആണ് പ്രൊഡ്യൂസർ. RDX എന്ന സിനിമയ്ക്ക് ശേഷമാണ് സോഫിയ പോൾ. അപ്പൊ നമ്മൾ ഇത് ഇതിനകത്ത് സിനിമാറ്റിക് സംഭവങ്ങളൊക്കെ കൊള്ളാം. പിന്നെ ഇപ്പം പോസിറ്റീവ് പറഞ്ഞ സ്ഥിതിക്ക് ഒരു നെഗറ്റീവ് കൂടെ ഞാൻ പറയാം. എന്താ പറയുക, എനിക്ക് എന്റെ ക്ലൈമാക്സ് പെട്ടെന്ന് അവസാനിപ്പിച്ചു. കാരണം ക്ലൈമാക്സ് കുറെ കാര്യങ്ങൾ പെൻഡിങ് ഉണ്ടായിരുന്നു. പക്ഷെ അതിങ്ങനെ സിനിമയുടെ ഒരു ദൈർഘ്യം നോക്കുവാണെങ്കിൽ ഇപ്പം മണി 1 ആയില്ലേ. അല്ലെ, നമ്മളിപ്പം സിനിമ തുടങ്ങി 10 മണി, ഇപ്പം 3 മണിക്കൂറിനടുത്ത് നിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി പാടാണ് സിനിമ. പക്ഷെ ഇടക്ക് ആവശ്യമില്ലാത്ത കുറെ വലിച്ചുകെട്ടിലൊക്കെ ഉണ്ടായി. എനിക്കൊരു ആവശ്യമില്ലാത്ത 1-2 പാട്ടുകൾ സിനിമയ്ക്കകത്ത് വരുന്നത് എനിക്ക് അനാവശ്യമായിട്ടാണ്. ആ പാട്ടിന്റെ 1-2 പാട്ട് ഒഴിവാക്കിയിരുന്നെങ്കിൽ വേണമെങ്കിൽ ഇച്ചിരി കൂടെ ഇമ്പോർട്ടൻസ് ക്ലൈമാക്സിന് കൊണ്ടുവരായിരുന്നു. പിന്നെ ഇതിനകത്ത് നമ്മുടെ ഉഷ ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ്. അല്ല, ഉഷയ്ക്ക് ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് 10-15 മിനിറ്റിനുള്ളേ ഉള്ളൂ. പക്ഷെ അതിലോട്ടൊന്നും സിനിമ പിന്നീട് തിരിച്ചു കൊണ്ടുവന്നില്ല എന്നുള്ള. കാരണം പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നതാണ് ഫസ്റ്റ് ഹാഫ് കൊണ്ടുവന്ന് നല്ല രീതിയിൽ കൊണ്ടുവന്ന് നിർത്തി സെക്കൻഡ് ഹാഫിലേക്ക് തുടങ്ങി ആ ഒരു ഇതിലേക്ക് എൻഡിങ് വരുമ്പോഴത്തേക്ക് നമുക്ക് കണക്ട് ആവുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അതൊരു നിരാശയായിട്ട് നമുക്ക് തോന്നി. പെർഫോമൻസ് ഓക്കെ. ഞാൻ പറഞ്ഞില്ലേ, ലോക്കൽ ഈ സാധനേ പറ്റുള്ളൂ. പ്രണയിക്കാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമ ഇതൊക്കെ നമുക്ക് എവിടേക്കോ നമുക്ക് ചിലപ്പം നമ്മുടെ അർദ്ധരാത്രി എല്ലാം തോന്നുന്നു. അജഗജാന്തരത്തിന്റെ ആണ് ഈ പാട്ട് സീക്വൻസ്. ആ ഒരു പാറ്റേണിൽ തന്നെയുള്ള ഒരു അഭിനയം അങ്കമാലി ഡയറീസിന് ചില സ്റ്റണ്ട്സ് ഒക്കെ ഫീൽ ചെയ്തു. പിന്നെ കടലിനകത്താണ് 10-70 ദിവസം കടലിലാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. കടലിന്റെ പശ്ചാത്തലത്തിൽ എടുത്തിരിക്കുന്ന സംഭവങ്ങളൊക്കെ വിഷ്വലൊക്കെ നല്ല രീതിയിൽ തന്നെ പുള്ളി ചെയ്തിട്ടുണ്ട്. അതാ പറഞ്ഞു. കാരണം ഈ സിനിമ ഒരു നടുക്കടലിൽ നമുക്ക് ഇങ്ങോട്ട് എക്സ്പീരിയൻസ്, കാരണം പലർക്കും ആഗ്രഹം ഉണ്ടാവും നടുക്കടലിൽ പോയി അവരെങ്ങനെയാണ് അവരുടെ ഇത് മീൻ പിടിക്കുന്നത് എങ്ങനെയാണ്. അതിനകത്ത് ഈ ഒരു എന്താ പറയാ, കേരയാണോ അല്ല അത് സ്രാവാണ്. അല്ലല്ല, ഫസ്റ്റ് കേര പിടിച്ച് ഇങ്ങനെയാണ് കേര വരുന്നത് കാണിക്കുന്ന ഒരു സീനുണ്ട്. അതൊക്കെ എനിക്കൊന്ന് നോർമൽ പ്രേക്ഷകർക്ക് അതൊരു പുതിയൊരു അനുഭവമാണ്. സോ അങ്ങനെ ഒരു അനുഭവം കിട്ടും കേട്ടോ. ഭയങ്കര എക്സ്പീരിയൻസ്. 2 ആക്ടർമാരുണ്ട്. ഒന്ന് നമ്മുടെ സിറാജ് ഉണ്ട്,
സിനിമയിലൂടെ വന്നിട്ടുള്ള സിറാജ് ഉണ്ട്, പിന്നെ ഒന്ന് മനോജ്, അങ്ങനെ എന്തോ ആണ്. പിന്നെ അത് മാത്രമല്ല, കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ വിനയ് ഫോർട്ടിന് സിനിമ ഉണ്ടായിരുന്നു, മറ്റേ ഒരു നാടകം പേശിയുള്ള സിനിമ. ആ സിനിമയിലെ 1-2 കഥാപാത്രം ഇതിനകത്തുണ്ട്. സോ അത് ഒരു ഇതാണ്. പിന്നെ ഗൗതമി അല്ലേ, ഗൗതമി നായർ, അയാള് കുറെ നാൾക്ക് ശേഷം ഡയമണ്ട് നെക്ലസ് ശേഷം തിരിച്ചു വന്നു. ടോട്ടലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ മണികണ്ഠനാചാരി കുറച്ചു നേരം ഉണ്ടെങ്കിലും ഒരു സെന്റിമെന്റൽ ക്യാരക്ടർ നന്ദുവിന്റെ ക്യാരക്ടറായിട്ടാണ്. നന്ദു നമ്മള് ഈ എന്താ പറയാ കോമഡി കണ്ട് നന്ദു ഒരു സീരിയസ് ക്യാരക്ടറിലേക്ക് നന്ദു പല സിനിമകളിൽ ഇപ്പൊ ഡ്രൈവിംഗ് ലൈസൻസ് പോലെ ഭയങ്കര സീരിയസ് ആയിട്ട് കൊണ്ടുവരുന്നുണ്ട്. ഇതിനകത്ത് ഒരു വെറൈറ്റി ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ മറ്റേ പുള്ളിയുടെ പേര് ഡാൻസിങ് റോസ്, ഷബീറോ. ഷബീർ അതാണ് മെയിൻ വില്ലൻ. അതിനകത്ത് ഞാൻ അല്ലേ ദുൽഖറിന്റെ സിനിമ വന്നില്ല കഴിഞ്ഞ പ്രാവശ്യം, ഒത്തക്കകത്ത്. അതിനകത്ത് വളരെ നിസ്സാരവൽക്കരിച്ച ഒരു വില്ലനാണ്. പക്ഷെ ഇതിനകത്ത് നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. കൊള്ളാം, അതുപോലെ തന്നെ എന്താ പറയാ വിഷ്വൽസ് കൊള്ളാം. നല്ലൊരു അറ്റംപ്റ്റ് ആണ്, നോ ഡൗട്ട് നല്ലൊരു അറ്റംപ്റ്റ് ആണ്. ക്ലൈമാക്സ് ആണല്ലോ ഒരു പടം. ക്ലൈമാക്സിന്റെ ഭാഗത്ത് ഇച്ചിരി കൂടെ ഒരു മിനിക്കോണി നടത്തി. ചിലപ്പോ ഓണം വിന്നർ പക്ഷെ ഇതൊരിക്കലും അല്ല, എനിക്ക് എബോ ആവറേജ് മൂവി ആട്ടോ, ഒരു സംശയം. എബോ ആവറേജ് മൂവിയാണ്, നല്ല മൂവിയാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട. തിയേറ്ററിൽ നമുക്ക് കണ്ട് ബോറടിക്കലൊന്നുമില്ല, നമുക്ക് കണ്ടിരിക്കാൻ എക്സ്പീരിയൻസ് ആട്ടോ. സാധാരണ പെപ്പയുടെ കിൻഡൽ ഇടി ആ സാധനം ഇതിനകത്തും ഉണ്ട്. ഓരോ കിൻഡലും അത് അതിനുവേണ്ടി കുറച്ച് കഷ്ടപ്പെടുന്നുണ്ട്. സോ ഉറപ്പായിട്ടും എനിക്കൊന്ന് കുട്ടികൾക്ക് ഫാമിലിക്ക് ഇഷ്ടപ്പെടും, എസ്പെഷ്യലി കുട്ടികൾക്കൊക്കെ. കാരണം അങ്ങനെ ഒരു എക്സ്പീരിയൻസ്, കടലിൽ നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസ് ഒരു വല്ലാത്തൊരു വൈബാണ്. നല്ല രീതിയിൽ തന്നെ അല്ലെ അജിത് മാമ്പള്ളി അദ്ദേഹം ഓണമായിട്ട് ഒരുപാട് നല്ല നല്ല സിനിമകൾ. ഇപ്പം 3 സിനിമയും നല്ല സിനിമയാണ്. നല്ലതാണ്, നല്ലതാണ്. അത് വേറെ ലെവല് കേട്ടോ. ഇത് ആ രീതിയിൽ വേറൊരു രീതിയിലുള്ള 3 സിനിമകൾ വ്യത്യസ്തമായിട്ടുള്ള സിനിമകൾ തന്നെയാണ്. ഇനി ഒരെണ്ണം കൂടെ ബാക്കിയുണ്ട് കാണാനായിട്ട്. നമ്മുടെ ബാഡ് ബോയ്സ്, അത് ബാഡ് ആണോ നല്ലതാണോ കണ്ടിട്ട് നമ്മൾ പറയാം അല്ലേ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമ, അതായത് നമ്മുടെ കൊണ്ടൽ കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തൽക്കാലം